ഇറാനെതിരായ ഉപരോധം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും സെക്യൂരിറ്റി കൗൺസിലിന് കത്ത് നൽകി. സെപ്റ്റംബറിൽ തന്നെ ഉപരോധം പുനഃസ്ഥാപിക്കണമെന്നാണ് നീക്കം. അന്താരാഷ്ട്ര അറ്റോമിക് എനർജി ഏജൻസി നിരീക്ഷകർക്ക് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ പരിശോധിക്കാനുള്ള അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് ഉപരോധ നീക്കം ആരംഭിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി ഐസൺ ചേരുന്നു. ഐസൺ ജോസ്, കൂടുതൽ വിവരങ്ങൾ. ദുർഗ, 2015 ധാരണ പ്രകാരമുള്ള ആണവ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ആണവ നിരീക്ഷണത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ ഇറാൻ പരാജയപ്പെട്ടു, അല്ലെങ്കിൽ അത് മനഃപൂർവ്വം ഒഴിവാക്കുന്നു എന്നൊരു നിലപാടാണ് ഈ E3 രാജ്യങ്ങൾക്കുള്ളത്. E3 രാജ്യങ്ങൾ, അതായത് ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും ചേർന്ന് ഇക്കാര്യത്തിൽ കടുത്ത നടപടികൾ ആവശ്യമുണ്ട് എന്ന ഒരു ആലോചന ഇന്നലെ തന്നെ ആരംഭിക്കുകയും ഈ ആലോചനയുടെ ഭാഗമായി ഇന്ന് UN സെക്യൂരിറ്റി കൗൺസിലിന് കത്ത് നൽകുകയും ചെയ്തിരിക്കുകയാണ്. ഈ സെപ്റ്റംബറിൽ തന്നെ, അതല്ലെങ്കിൽ സെപ്റ്റംബർ അവസാനത്തോടെ ഈ ഉപരോധങ്ങൾ, അതായത് ഇറാനെതിരെ നേരത്തെ ഉണ്ടായിരുന്ന ഉപരോധങ്ങൾ പുനഃസ്ഥാപിക്കുക എന്ന ഒരു നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായുള്ള ഒരു പ്രോസസിന്റെ ഭാഗമായി 30 ദിവസത്തെ ഇടവേളയ്ക്കുള്ളിൽ നോട്ടീസ് നൽകണമെന്ന നിബന്ധനകളെല്ലാം ഉണ്ട്. അത്തരം നടപടികളിലേക്ക് കടന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ കത്ത് നൽകിയിരിക്കുന്നത് UN സെക്യൂരിറ്റി കൗൺസിലിന്. UN സെക്യൂരിറ്റി കൗൺസിലിന് നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ഇറാനെതിരെ ഉണ്ടായിരുന്ന ഉപരോധങ്ങൾ പൂർണ്ണമായും പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യമാണുള്ളത്. നമുക്കറിയാവുന്നതാണ്, ഇന്നലെ ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയുടെ നിരീക്ഷകരെല്ലാം തന്നെ ഇറാനിൽ എത്തിയിരുന്നുവെങ്കിൽ കൂടി ഏത് രീതിയിലാണ് അവിടെ പരിശോധനകളും മറ്റ് നടപടികളും പുരോഗമിക്കേണ്ടത് എന്ന് സംബന്ധിച്ച് കൃത്യമായ ഒരു നിർദ്ദേശം നൽകിയിട്ടില്ല എന്ന് നിക്കോളസ് ഗ്രോസി, ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയുടെ അധ്യക്ഷൻ കൂടിയായ നിക്കോളസ് ഗ്രോസി അറിയിക്കുകയും ചെയ്തിരുന്നു. നിലവിൽ നിരീക്ഷകരെല്ലാം തന്നെ എത്തിയിട്ടുണ്ടെങ്കിലും ആണവോർജ്ജ കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ ആണവ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്താനുള്ള അനുമതി ലഭ്യമായിട്ടില്ല. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഇസ്രയേലും അതുപോലെ തന്നെ അമേരിക്കയുടെ B-2 വിമാനങ്ങൾ ഉപയോഗിച്ചുള്ള അതിശക്തമായ ആക്രമണം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ നടത്തി ആണവ സമ്പുഷ്ടീകരണം നിർത്തിവെപ്പിക്കാൻ നിർബന്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ വീണ്ടും അക്കാര്യത്തിലുള്ള നടപടികളെല്ലാം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുകയും മാത്രമല്ല, അന്താരാഷ്ട്ര ആറ്റോമിക് എനർജി ഏജൻസിയുടെ നിരീക്ഷകരെ ഇറാനിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തൊരു സാഹചര്യം ഇറാൻ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തു. ഇറാനിലെ പാർലമെന്റ് എല്ലാം തന്നെ അത്തരത്തിലുള്ള നിലപാടുകൾ അംഗീകരിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ഉപരോധങ്ങൾ പുനഃസ്ഥാപിക്കുന്നത് വഴി ഇറാനെ വീണ്ടും ആണവ നിയന്ത്രണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരാനുള്ള നടപടിക്രമങ്ങളുമായി E3 രാജ്യങ്ങളും സ്വാഭാവികമായും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ പിന്തുണയോടെ തന്നെ മുന്നോട്ട് പോകുന്നത്. ദുർഗ. ശരി ഐസൺ.